നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ 5 വയസ്സുള്ള കുട്ടികൾക്ക് വരെ രാജ്യം വിടാൻ നോട്ടീസ് നൽകി ഹോം ഓഫീസ്. മാതാപിതാക്കൾക്ക് നിയമപരമായി യുകെയിൽ തുടരാനുള്ള അനുമതി ഉണ്ടെങ്കിൽ കൂടി കുട്ടികൾ നാട് വിടണമെന്ന ഉറച്ച നിലപാടിൽ യുകെ സർക്കാർ. ബ്രിട്ടനിൽ ഭർത്താവിനോടൊപ്പം താമസിക്കുന്ന ഗർഭിണിയായ ഒരു സ്ത്രീയോടും ഭർത്താവിന് യുകെയിൽ തുടരാമെങ്കിലും അവരോട് രാജ്യം വിട്ടുപോകാൻ കത്തിലൂടെ ആവശ്യപ്പെട്ട് ഹോം ഓഫീസ്. കെയർ വർക്കർ വിസയിലെത്തിയവർക്ക് കൂടെ പങ്കാളികളെയും കുട്ടികളെയും ആശ്രിത വിസയിൽ കൊണ്ടുവരാനുള്ള അനുമതി ഉണ്ടായിരുന്നത് 2024 മാർച്ച് വരെ. നാടുവിടാനുള്ള നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് കെയർ വർക്കർ വിസയിലെത്തിയവരുടെ കൂടെ ആശ്രിത വിസയിലെത്തിയ കുട്ടികൾക്ക്. ഹോം ഓഫീസിന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ ഞെട്ടി മലയാളികൾ. ബ്രിട്ടനിലെ ഉഷ്ണതരംഗത്തിന് വിരാമം. ഈ ആഴ്ച മഴയെത്തും. കാലാവസ്ഥാ മാറ്റം ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യത എന്ന് NHS മുന്നറിയിപ്പ്. ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഇടിവെട്ടും കൊടുങ്കാറ്റുമുള്ള സമയങ്ങളിൽ കൂടുതൽ തീവ്രമാകുമെന്ന് ആരോഗ്യവകുപ്പിന്റെ സൂചന. ശക്തമായ കാറ്റുമിടിയോടുകൂടിയ മഴയും എത്തുന്നതോടെ ബ്രിട്ടന്റെ 4 മേഖലകളിലെങ്കിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടും. ഉഷ്ണതരംഗത്തിനു ശേഷം കാലാവസ്ഥയിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രവചിച്ച് മെറ്റ് ഓഫീസ്. മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും നിർദ്ദേശം. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം രോഗലക്ഷണങ്ങളെ തീവ്രമാക്കുകയാണെങ്കിൽ ഉടനടി നിങ്ങളുടെ GPയുമായോ 111 എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്നും സർക്കാർ നിർദ്ദേശം. ബ്രിട്ടനിൽ 2026 ഒക്ടോബറിൽ ശരാശരി വാർഷിക ഊർജ്ജ ബിൽ 1709 പൗണ്ട് ആകുമെന്ന് ഓഫ്ജം. കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ ശരാശരി വാർഷിക ഊർജ്ജ ബില്ലിനേക്കാൾ ഈ വർഷം വാർഷിക ഊർജ്ജ ബിൽ 190 പൗണ്ട് കുറവ് വരുമെന്ന് സൂചന. ബില്ലിൽ കുറവുണ്ടാകുന്നത് ഊർജ്ജ വിലയിൽ കുറവുണ്ടാകുന്നത് കൊണ്ടല്ല, മറിച്ച് ഓഫ്ജം ഗാർഹിക ബില്ല് കണക്കാക്കുന്ന രീതിയിൽ വരുത്തുന്ന മാറ്റത്തിന്റെ ഫലമാണ് എന്ന് വിലയിരുത്തൽ. ഊർജ്ജ പ്രതിസന്ധിയും കുതിച്ചുയരുന്ന ഊർജ്ജ നിരക്കും കാരണം ജനങ്ങൾ ഹീറ്റിംഗും ഊർജ്ജ ഉപയോഗവും കുറയ്ക്കുന്നതും ബിൽ തുക കുറയാൻ കാരണമായി എന്ന് സൂചന. മധ്യസ്ഥർ മുഖേന US-ഉമായി നടത്തിവന്ന എല്ലാ സമാധാന ചർച്ചകളും ഇറാൻ നിർത്തിവെച്ചു. ഗാസയിലെയും ലബനനിലെയും സൈനിക നടപടി ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നും ലബനനിൽ നിന്ന് സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം നടത്തണമെന്നും ഇറാന്റെ ആവശ്യം. പരമ്പരാഗത വൻകിട പ്രതിരോധ കമ്പനികളെ ഒഴിവാക്കി ചെലവ് കുറഞ്ഞ യുദ്ധ ഡ്രോണുകളുടെ വൻ ശേഖരം നിർമ്മിക്കാൻ US സൈന്യം. ഏരിയൽ ലൈറ്റ് ഷോകളിലടക്കം പാരമ്പര്യമുള്ള ചെറുകിട കമ്പനികളെ ഇതിനായി ആശ്രയിക്കാനാണ് US നീക്കം. മണ്ഡല പുനർനിർണയ ബില്ലും ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് പദ്ധതിയും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം. ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ബിൽ 2029 പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ. സർക്കാർ ലക്ഷ്യമിടുന്നത് കൂടുതൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കി പുതിയ ബിൽ അവതരിപ്പിക്കാൻ. തമിഴ്നാട്ടിലെ DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി കേന്ദ്ര സർക്കാർ ചർച്ച ആരംഭിച്ചു. US പ്രതിരോധ വകുപ്പിന്റെ പേരിൽ വ്യാജ ആയുധ നിർമ്മാണ കരാർ ഉണ്ടാക്കി വമ്പൻ തട്ടിപ്പ്. 700 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയവർ ഇരകളെ കബളിപ്പിക്കാൻ തയ്യാറാക്കിയ ഇൻഡോ US പസഫിക് പീസ് ട്രീറ്റി വ്യാജമെന്ന് സ്ഥിരീകരിച്ച് US-ലെ ഇന്ത്യൻ എംബസി. US പ്രതിരോധ വകുപ്പിന് വേണ്ടിയുള്ള ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി 2050 വരെ ലഭിച്ചതായി തട്ടിപ്പുകാർ നിക്ഷേപകരെ വിശ്വസിപ്പിച്ചു. നിക്ഷേപകരുമായി ഉപകരാറിൽ ഏർപ്പെടുന്നത് ന്യൂഡൽഹി വസന്ത് വിഹാറിൽ പ്രവർത്തിക്കുന്ന VPVV ടെക്നോ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കടലാസ് കമ്പനിയുടെ പേരിൽ. കേരളത്തിലെ സംരംഭകരും വ്യവസായികളും 25 ലക്ഷം മുതൽ 5 കോടി രൂപ വരെ തട്ടിപ്പ് കമ്പനിയിൽ നിക്ഷേപിച്ചു എന്ന് സൂചന. 16ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ കേരള നിയമസഭയിൽ ഉണ്ടാകുന്നത് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം. ഷാനിമോൾ ഉസ്മാൻ കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടന്നത് ഷാനിമോൾ ഉസ്മാനും CPI-ലെ മുഹമ്മദ് മൗസിനും തമ്മിൽ. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. സഭയിൽ ഹാജരാകാതിരുന്നത് UDF MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദീപ് വാര്യരും ഇടത് MLA CK ഹരീന്ദ്രനും. കേരള നിയമസഭയിൽ പ്രതിപക്ഷം സമർപ്പിച്ച വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്ന ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് മുഖ്യമന്ത്രി VD സതീശന്റെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ തള്ളി. വാർത്തകൾ വിശദമായി. യുകെയിൽ 5 വയസ്സുള്ള കുട്ടികൾക്ക് വരെ രാജ്യം വിടാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഹോം ഓഫീസ്. അവരുടെ മാതാപിതാക്കൾക്ക് നിയമപരമായി യുകെയിൽ തുടരാനുള്ള അനുമതി ഉണ്ടെങ്കിൽ കൂടി കുട്ടികൾ നാട് വിടണമെന്നാണ് UK സർക്കാർ പറയുന്നത്. ഇത്തരത്തിൽ 5 കുട്ടികൾക്ക് അയച്ച കത്ത് പരിശോധിച്ചതിനു ശേഷം ദ ഗാർഡിയൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. യുകെയിൽ 5 വയസ്സുള്ള കുട്ടികൾക്ക് വരെ രാജ്യം വിടാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഹോം ഓഫീസ് എന്ന് റിപ്പോർട്ട്. അവരുടെ മാതാപിതാക്കൾക്ക് നിയമപരമായി യുകെയിൽ തുടരാനുള്ള അനുമതി ഉണ്ടെങ്കിൽ കൂടി കുട്ടികൾ നാട് വിടണമെന്നാണ് UK സർക്കാർ പറയുന്നത്. 6ാമതൊരു കത്ത് ലഭിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ ഭർത്താവിനോടൊപ്പം താമസിക്കുന്ന ഗർഭിണിയായ ഒരു സ്ത്രീക്കാണ്.
ഭർത്താവിന് യുകെയിൽ തുടരാമെങ്കിലും അവരോട് രാജ്യം വിട്ടു പോകാനാണ് കത്തിലൂടെ ഹോം ഓഫീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2024 മാർച്ച് വരെ കെയർ വർക്കർ വിസയിലെത്തിയവർക്ക് കൂടെ പങ്കാളികളെയും കുട്ടികളെയും ആശ്രിത വിസയിൽ കൊണ്ടുവരാനുള്ള അനുമതി ഉണ്ടായിരുന്നു. അങ്ങനെ എത്തിയ കുട്ടികൾക്കാണ് ഇപ്പോൾ നാടുവിടാനുള്ള നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി സോഷ്യൽ കെയർ വർക്കർമാരാണ് ഹോം ഓഫീസിന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിൽ ഞെട്ടിയിരിക്കുന്നത്. ഇവരിൽ പലരുടെയും കുട്ടികൾ ബ്രിട്ടനിൽ സ്കൂൾ പഠനം ആരംഭിച്ചു കഴിഞ്ഞവരാണ്. മാത്രമല്ല, ഇവർക്കൊപ്പം ആശ്രിത വിസയിലെത്തിയ പങ്കാളികളും വിവിധ ജോലികളിൽ ഏർപ്പെട്ടു വരുന്നു. സ്വസ്ഥമായ ഒരു കുടുംബജീവിതം നയിച്ചു വരവെയാണ് ഒരു ഇടിത്തിയായി ഹോം ഓഫീസിന്റെ കത്ത് പലർക്കും ലഭിക്കുന്നത്. ഇതോടെ പലരും അതീവ മാനസിക സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. വിസയ്ക്കായി അപേക്ഷിക്കുന്ന സമയത്ത് ഹോം ഓഫീസിന് വലിയ തുകകൾ ഫീസായി നൽകിയാണ് ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇവരിൽ പലരും നികുതി അടയ്ക്കുന്നവരും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്തവരുമാണ്. അതായത് ചെറിയ രീതിയിലാണെങ്കിൽ കൂടി ബ്രിട്ടീഷ് സമ്പദ്ഘടനയ്ക്ക് സംഭാവനകൾ ചെയ്യുന്നവരാണിവർ. 1 ലക്ഷം കെയർമാർക്കൊപ്പം 1.2 ലക്ഷം ആശ്രിതരെത്തുന്നു എന്ന് കണ്ടെത്തിയെ തുടർന്നായിരുന്നു 2023 കെയർ വർക്കർമാർക്ക് കുടുംബത്തെ കൊണ്ടുവരാനുള്ള അനുമതി നിർത്തലാക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിച്ചത്. 2024 മാർച്ച് മുതൽ ഈ വിലക്ക് നിലവിൽ വന്നു. 2025 ജൂലൈ മുതൽ വിദേശത്ത് നിന്നും കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തു. ഈ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും എല്ലാം നിലവിൽ വരുന്നതിന് മുൻപായി യുകെയിൽ എത്തിയവരാണ് നോട്ടീസ് ലഭിച്ച കുട്ടികൾ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നിയമപരമായി തന്നെയായിരുന്നു അവർ ഇത്രയും നാളും ബ്രിട്ടനിൽ താമസിച്ചിരുന്നതും. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലാണ് ഇത്തരത്തിലുള്ള നോട്ടീസുകൾ കൂടുതലായി അയക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ചില നിയമജ്ഞർ പറയുന്നു. ഇത് കുടിയേറ്റ തൊഴിലാളികളെ വലിയ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്നും അവർ പറയുന്നു. യുകെയിലെ ഉന്നത വിദ്യാഭ്യാസം എന്നത് ഇനി അങ്ങോട്ട് അപ്രസക്തമാകും. രാജ്യത്തെ സർവകലാശാല വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തിൽ പൊതുജന വിശ്വാസം കുറയുന്നതായി സർവേ പറയുന്നു. ഉയർന്ന ഫീസ്, വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന കടബാധ്യത, ബിരുദധാരികളിലെ തൊഴിലവസരങ്ങളിലെ കുറവ് എന്നിവയാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ അതൃപ്തി ഉണ്ടാകാൻ കാരണം. യുകെയിൽ സർവകലാശാല ബിരുദങ്ങളിലുള്ള വിശ്വാസം ഇടിയുന്നു എന്ന് സൂചന. ഉയർന്ന ഫീസ്, വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന കടബാധ്യത, ബിരുദധാരികളിലെ തൊഴിലവസരങ്ങളിലെ കുറവ് എന്നിവയാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ അതൃപ്തി ഉണ്ടാകാൻ കാരണം. ബ്രിട്ടീഷ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ് സർവേ പ്രകാരം സർവകലാശാല ബിരുദം നേടുന്നത് പണവും സമയവും നഷ്ടപ്പെടലാണെന്ന് കരുതുന്ന വലിയൊരു ശതമാനം ഉണ്ട് എന്നതാണ്. 2005 14% നിന്ന് 2025 34% ഇത് ഉയർന്നു. അതുപോലെ ബിരുദധാരികൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട ജീവിതം നയിക്കുമെന്ന വിശ്വാസമുള്ളവർ 50% നിന്ന് 36% കുറഞ്ഞു. 1983 സ്കൂൾ പഠനം പൂർത്തിയാക്കിയവരിൽ വെറും 6% പേർ മാത്രമാണ് സർവകലാശാലകളിൽ പ്രവേശിച്ചിരുന്നത്. എന്നാൽ 2025 അത് 36% ഉയർന്നു. നിലവിൽ 2 ദശലക്ഷത്തിലധികം ആഭ്യന്തര വിദ്യാർത്ഥികൾ ബ്രിട്ടന്റെ സർവകലാശാലകളിൽ പഠിക്കുന്നുണ്ട്. 1998 ട്യൂഷൻ ഫീസ് ആരംഭിക്കുമ്പോൾ വാർഷിക ഫീസ് £1000 ആയിരുന്നു. ഇപ്പോൾ ഇംഗ്ലണ്ടിലെ വിദ്യാർത്ഥികൾക്ക് വർഷം 9535 വരെ ഫീസ് നൽകേണ്ടി വരുന്നു. താമസ ചെലവുകളും ഇതോടൊപ്പം വർദ്ധിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥി വായ്പയുടെ തിരിച്ചടവും ഉയർന്ന പലിശയും കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. യൂണിവേഴ്സിറ്റികളും സാമ്പത്തിക സമ്മർദ്ദത്തിലാണ്. ഇതിനിടയിലാണ് പുതിയ റിപ്പോർട്ട്. വിദേശ വിദ്യാർത്ഥികളുടെ വരവും ഗണ്യമായി കുറഞ്ഞു. വരുന്ന ഒക്ടോബറിൽ ശരാശരി വാർഷിക ഊർജ്ജ ബിൽ £1709 ആകുമെന്ന് ഓഫ്ജം കരുതുന്നു. അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ ശരാശരി വാർഷിക ഊർജ്ജ ബില്ലിനേക്കാൾ £190 കുറവ്. ഈ കുറവുണ്ടാകുന്നത് ഊർജ്ജ വിലയിൽ കുറവുണ്ടാകുന്നത് കൊണ്ടല്ല, മറിച്ച് ഓഫ്ജം ഗാർഹിക ബില്ല് കണക്കാക്കുന്ന രീതിയിൽ വരുത്തുന്ന ഒരു മാറ്റത്തിന്റെ ഫലമായാണ്. നേരത്തെ കൺസൾട്ടൻസി സ്ഥാപനമായ കോൺവാൾ ഇൻസൈറ്റ് പ്രവചിച്ചിരുന്നത് ഒക്ടോബറോടെ വാർഷിക ഊർജ്ജ ബിൽ കഴിഞ്ഞ വർഷത്തിനേക്കാൾ £140 വർദ്ധിച്ച് £1899 ആകുമെന്നായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ ശരാശരി വാർഷിക ഊർജ്ജ ബില്ലിനേക്കാൾ £190 കുറവ് സംഭവിച്ചു കൊണ്ടുവരുന്ന ഒക്ടോബറിൽ ശരാശരി വാർഷിക ഊർജ്ജ ബിൽ £1709 ആകുമെന്ന് ഓഫ്ജം കരുതുന്നു. ഊർജ്ജ പ്രതിസന്ധിയും കുതിച്ചുയരുന്ന ഊർജ്ജ നിരക്കും കാരണം ജനങ്ങൾ ഹീറ്റിംഗും ഊർജ്ജ ഉപയോഗവും കുറയ്ക്കുന്നതും ബിൽ തുക കുറയാൻ കാരണമാണ്. മെച്ചപ്പെട്ട ഊർജ്ജക്ഷമത, കാലാവസ്ഥാ മാറ്റങ്ങൾ, ആളുകളുടെ ഊർജ്ജ ഉപയോഗവുമായി ബന്ധപ്പെട്ട സമീപനത്തിൽ വന്ന മാറ്റങ്ങൾ എന്നിവയെല്ലാം തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഊർജ്ജ ഉപയോഗം കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്ന് ഓഫ്ജം പറയുന്നു. ബ്രിട്ടനിലെ ഉഷ്ണതരംഗത്തിന് വിരാമം കുറിച്ച് ഈ ആഴ്ച മഴയെത്തുമ്പോൾ ബ്രിട്ടന്റെ പലയിടങ്ങളിലും ഇടിവെട്ടും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരെ ഇത് എങ്ങനെ ബാധിക്കുമെന്നതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് NHS. ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഇടിവെട്ടും കൊടുങ്കാറ്റുമുള്ള സമയങ്ങളിൽ കൂടുതൽ തീവ്രമാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ബ്രിട്ടനിലെ ഉഷ്ണതരംഗത്തിന് വിരാമം കുറിച്ച് ഈ ആഴ്ച മഴയെത്തുമ്പോൾ ബ്രിട്ടന്റെ പലയിടങ്ങളിലും ഇടിവെട്ട് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകളുമുണ്ട്. ഈ മുന്നറിയിപ്പുകൾക്കൊപ്പം തന്നെ ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഇടിവെട്ടും കൊടുങ്കാറ്റുമുള്ള സമയങ്ങളിൽ കൂടുതൽ തീവ്രമാകുമെന്നും മുന്നറിയിപ്പുകളുണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഈ ലക്ഷണങ്ങളെ തീവ്രമാക്കുകയും കൂടുതൽ തവണ ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരികയും ചെയ്താൽ ഉടനടി നിങ്ങളുടെ GPയുമായോ 111 എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഇൻഹേലർ ഉപയോഗിക്കണമെന്നാണ് നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അത് ഉപയോഗിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അത് എപ്പോഴും കൂടെ കരുതാൻ മറക്കുകയും അരുത്. ആസ്മ, COPD തുടങ്ങിയവയുള്ളവർക്ക് ഏറെ സഹായകരമാണ് ഇൻഹേലർ.
കൂടുതലർ. യുകെയിൽ ഏകദേശം 72 ലക്ഷത്തോളം ആസ്മ രോഗികൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇടിയും മഴയും കാറ്റുമൊക്കെയുള്ള കാലാവസ്ഥയിൽ ആസ്മ ഗുരുതരമായ നിലയിലേക്ക് ഉയരാനുള്ള സാധ്യത കൂടുതലായതിനാൽ കരുതിയിരിക്കുക. ഇത്തരം കാലാവസ്ഥയിൽ കഴിയുന്നതും വീടുകൾക്കുള്ളിൽ തന്നെ തുടരണമെന്നാണ് വിദഗ്ധർ ഉപദേശിക്കുന്നത്. ജനലുകളും വാതിലുകളും അടച്ചിടാൻ ശ്രദ്ധിക്കുകയും വേണം. ഈ ആഴ്ച ശക്തമായ കാറ്റും ഇടിയോടുകൂടിയ മഴയും എത്തുന്നതോടെ ബ്രിട്ടന്റെ 4 മേഖലകളിലെങ്കിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടാൻ ഇടയുണ്ടെന്ന മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ഉഷ്ണതരംഗത്തിനു ശേഷം വലിയൊരു മാറ്റമാണ് കാലാവസ്ഥയിൽ മെറ്റ് ഓഫീസ് പ്രവചിച്ചിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിലേതിനെ അപേക്ഷിച്ച് ഈ ആഴ്ച താപനിലയിലും വലിയ കുറവുണ്ടാകും. വർഷത്തിൽ ഈ സമയത്ത് സാധാരണ അനുഭവപ്പെടാറുള്ള ശരാശരി താപനിലയോടടുത്തായിരിക്കും ഈ ആഴ്ച താപനില തുടരുക. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം ബ്രിട്ടന്റെ 4 മേഖലകളിലെങ്കിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടാൻ ഇടയുണ്ട് എന്ന് മുന്നറിയിപ്പ്. വടക്കൻ മേഖലയിൽ താപനില 17 ഡിഗ്രിക്കും 19 ഡിഗ്രിക്കും ഇടയിൽ തുടരുമ്പോൾ തെക്ക് അത് 18 ഡിഗ്രിക്കും 21 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. നോർത്തേൺ അയർലൻഡ്, വടക്കൻ ഇംഗ്ലണ്ട്, തെക്കൻ ഇംഗ്ലണ്ട്, വെയിൽസ് എന്നിടങ്ങളിലായിരിക്കും ഇന്ന് ഇടിയോടുകൂടിയ മഴയുണ്ടാവുക. ആഴ്ചയിലെ തുടർന്നുള്ള ദിവസങ്ങളിലും പ്രക്ഷുബ്ധമായ കാലാവസ്ഥ തുടരാനാണ് സാധ്യത. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞ കാലാവസ്ഥയും അനുഭവപ്പെടാം. കനത്ത മഴയിലും കാറ്റിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടാൻ ഇടയുണ്ട് എന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത് സൂക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ആനന്ദ് ടി വി 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായ തുടക്കം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആനന്ദ് ടി വി അവാർഡ്. യുകെയിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് നിശ അരങ്ങേറുന്നത്. ഗാലപ്പ് പോൾ വഴിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആനന്ദ് ടി വി 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 യുകെയിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകൾ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് കെ ജയൻ, അനന്യ, അനശ്വര രാജൻ, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിതാര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക. ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടിയിൽ പ്രതിഷേധിച്ച് US-ഉമായുള്ള സമാധാന ചർച്ചകൾ ഇറാൻ നിർത്തിവെച്ചു. ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീമാണ് മധ്യസ്ഥർ മുഖേന നടന്നുവരുന്ന എല്ലാ ആശയവിനിമയങ്ങളും സംഭാഷണങ്ങളും ഇറാന്റെ ചർച്ചാ സംഘം താൽക്കാലികമായി നിർത്തിവെച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്തത്. ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടിയിൽ പ്രതിഷേധിച്ച് US-ഉമായുള്ള സമാധാന ചർച്ചകൾ ഇറാൻ നിർത്തിവെച്ചു. സയനിസ്റ്റ് ഭരണകൂടം ലബനനിൽ തുടരുന്ന കുറ്റകൃത്യങ്ങളും ഇറാൻ-US വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥകളിലൊന്നായ ലബനനിലെ വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യവും പരിഗണിച്ചാണ് ഇറാന്റെ നടപടിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയിലെയും ലബനനിലെയും സൈനിക നടപടി ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നും ലബനനിൽ നിന്ന് സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം നടത്തണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിടാനും ചെങ്കടലിലേക്കുള്ള പ്രവേശന കവാടമായ ബാബ് മാൻഡബ് കടലിടുക്ക് ഉൾപ്പെടെ മറ്റു മേഖലകളിലേക്ക് കൂടി സമ്മർദ്ദം ശക്തമാക്കാനും ഇറാനും സഖ്യകക്ഷികളും തീരുമാനിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഗാസ യുദ്ധ സമയത്ത് ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിച്ച് സമുദ്രഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. ലബനീസ് തലസ്ഥാനമായ ബൈറൂത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തോട് ഉത്തരവിട്ടു. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ഡാഹിയയാണ് ലക്ഷ്യം. അതേസമയം ആക്രമണം അവസാനിപ്പിക്കാനുള്ള US നിർദ്ദേശം ഇസ്രായേലും ഹിസ്ബുള്ളയും അംഗീകരിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമാധാന സ്ഥാപനത്തിനായി US മധ്യസ്ഥത വഹിക്കുന്നുണ്ടെന്നും ചൊവ്വാഴ്ചയോടെ വെടിനിർത്തൽ ഉണ്ടായേക്കുമെന്നും ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യം പൈശാചികവും അധാർമികവുമായ ഇസ്രായേൽ അതിക്രമങ്ങളെ നേരിടുകയാണെന്ന് ലബനീസ് പ്രസിഡന്റ് ജോസഫ് ഔൻ പറഞ്ഞു. ഹിസ്ബുള്ള ആക്രമണം നിർത്തുന്നതുവരെ ലബനനിൽ ശാന്തി ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ലബനനിലെ ഇസ്രായേൽ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് നടന്ന ഫോൺ സംഭാഷണത്തിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് രൂക്ഷമായി കയർത്തതായി US മാധ്യമങ്ങൾ. ലബനനിലെ ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തെ തുടർന്ന് US-ഉമായുള്ള ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ സംഭവം. ലബനനിലെ ഇസ്രായേൽ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് നടന്ന ഫോൺ സംഭാഷണത്തിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് രൂക്ഷമായി കയർത്തതായും നെതന്യാഹു നന്ദികേട് കാണിച്ചതായി ട്രംപ് കുറ്റപ്പെടുത്തിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലബനനിൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ട്രംപ് തടഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട്. നിനക്ക് ഭ്രാന്താണ്, ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ, ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കുകയാണ്, എല്ലാവർക്കും നിന്നോട് വെറുപ്പാണ്, ഈ നടപടികൾ കാരണം എല്ലാവരും ഇസ്രായേലിനെയും വെറുക്കുന്നു എന്നും ട്രംപ് പറഞ്ഞതായി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നു. ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നുണ്ടെന്നും സ്വയം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ നെതന്യാഹു അനാവശ്യമായി സംഘർഷം വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് ട്രംപ് കരുതുന്നതെന്ന് US ഉദ്യോഗസ്ഥർ പറയുന്നു.
ലബനനിലെ സാധാരണ ജനങ്ങളുടെ മരണത്തിൽ ട്രംപ് ആശങ്കാകുലനാണെന്നും വൻ നാശനഷ്ടം ഉണ്ടാകുന്ന വ്യോമാക്രമണങ്ങളെ അദ്ദേഹം എതിർത്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ട്രംപും നെതന്യാഹുവും തമ്മിൽ മുൻപും പലതവണ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ഏറ്റവും കടുത്ത സംഭാഷണങ്ങളിൽ ഒന്നായിരുന്നു ഇത് എന്നും അവർ പറയുന്നു. ഇറാനുമായുള്ള ചർച്ചകൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതായി ഫോൺ കോളിന് ശേഷം ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെയുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ ബെയ്റൂട്ടിന്റെ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തുമെന്ന് നെതന്യാഹു പറഞ്ഞു. പരമ്പരാഗത വൻകിട പ്രതിരോധ കമ്പനികളെ ഒഴിവാക്കി ചെലവ് കുറഞ്ഞ യുദ്ധ ഡ്രോണുകളുടെ വൻ ശേഖരം നിർമ്മിക്കാൻ ഒരുങ്ങി US സൈന്യം. ഏരിയൽ ലൈറ്റ് ഷോകളിലടക്കം പാരമ്പര്യമുള്ള ചെറുകിട കമ്പനികളെ ഇതിനായി ആശ്രയിക്കാനാണ് US നീക്കമെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈൻ പശ്ചിമേഷ്യ യുദ്ധങ്ങളിൽ ചെറിയ ഡ്രോണുകൾ വലിയ സ്വാധീനം ചെലുത്തിയത് കണക്കിലെടുത്താണ് നീക്കം. പരമ്പരാഗത വൻകിട പ്രതിരോധ കമ്പനികളെ ഒഴിവാക്കി ഏരിയൽ ലൈറ്റ് ഷോകളിലടക്കം പാരമ്പര്യമുള്ള ചെറുകിട കമ്പനികളെ ആശ്രയിച്ചുകൊണ്ട് ചെലവ് കുറഞ്ഞ യുദ്ധ ഡ്രോണുകളുടെ വൻ ശേഖരം നിർമ്മിക്കാൻ US സൈന്യം ഒരുങ്ങുന്നതായി സൂചന. ഡ്രോൺ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡ്രോൺ ഡോമിനൻസ് എന്ന പേരിൽ 18 മാസം നീളുന്ന ഒരു മത്സരം പെന്റഗൺ ആരംഭിച്ചിട്ടുണ്ട്. 3 ലക്ഷം ഡ്രോണുകൾ നിർമ്മിക്കാൻ $1.1 ബില്യൺ കരാറാണിത്. അടുത്ത വർഷത്തെ പ്രതിരോധ ബജറ്റിൽ $54.6 ബില്യൺ ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ ഡ്രോണിനും ഏകദേശം $5000 മാത്രമാണ് ചെലവ്. ഇവ യുദ്ധത്തിൽ നശിച്ചു പോയാലും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കില്ല. ഡ്രോൺ റേസിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാൽ ഇവയ്ക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കാനും ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താനും കഴിയും. മുൻ ഡ്രോൺ റേസിംഗ് ലോക ചാമ്പ്യൻ സോറൻ മൺറോ ആൻഡേഴ്സൺ സ്ഥാപിച്ച കാലിഫോർണിയൻ സ്റ്റാർട്ടപ്പായ നെറോസ്, യുക്രൈൻ ഡ്രോൺ നിർമ്മാതാക്കളുമായി സഹകരിക്കുന്ന ബ്രിട്ടീഷ് കമ്പനിയായ സ്കൈക്കട്ടർ എന്നിവയാണ് നിലവിൽ മത്സരത്തിൽ മുന്നിലുള്ളത്. ജോർജിയയിലെ ഫോർട്ട് ബെന്നിയിൽ നടന്ന ആദ്യ റൗണ്ട് മത്സരത്തിൽ 26 കമ്പനികൾ പങ്കെടുത്തു. ഇതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൈക്കട്ടർ 2500-ലധികം ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള വലിയ ഓർഡർ സ്വന്തമാക്കി കഴിഞ്ഞു. വരും കാലങ്ങളിൽ യുദ്ധങ്ങൾ ഇത്തരം ചെലവ് കുറഞ്ഞ ഡ്രോൺ കൂട്ടങ്ങളെ ആശ്രയിച്ചായിരിക്കുമെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഗ്യാരേജുകളിലും ചെറിയ വർക്ക്ഷോപ്പുകളിലും തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ഡ്രോൺ പദ്ധതിയുടെ ഭാഗമാകാൻ മത്സരിക്കുകയാണ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.22 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 95.17 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 110.85 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.77 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. മണ്ഡല പുനർനിർണയ ബില്ലും ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് പദ്ധതിയും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം. ലോക്സഭാ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ബിൽ 2029 പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടുവരാനാണ് നീക്കം. ഘട്ടം ഘട്ടമായി കൊണ്ടുവരാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കി പുതിയ ബിൽ അവതരിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി BJP നേതൃത്വം ചർച്ച ആരംഭിച്ചു. ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് പദ്ധതിയും മണ്ഡല പുനർനിർണയ ബില്ലും 2029 പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം. വനിതാ സംവരണ നിയമ ഭേദഗതിയുടെ ഭാഗമായി മണ്ഡല പുനർനിർണയത്തിനുള്ള 131 ഭരണഘടനാ ഭേദഗതി ബിൽ നേരത്തെ അവതരിപ്പിച്ചിരുന്നെങ്കിലും പ്രതിപക്ഷ എതിർപ്പിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കു ശേഷം പ്രതിപക്ഷ നിരയിൽ ഉണ്ടായ വിള്ളലുകൾ മുതലെടുത്ത് ബിൽ വീണ്ടും കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരും BJPയും ആരായുന്നത്. വനിതാ സംവരണം നടപ്പാക്കുമ്പോൾ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിലെ 543 നിന്ന് 850 വരെയാക്കി ഉയർത്തുന്ന രീതിയിലായിരുന്നു മണ്ഡല പുനർനിർണയ ബിൽ. ഇത് പുതിയ രൂപത്തിൽ വീണ്ടും കൊണ്ടുവരാനാണ് ശ്രമം. തമിഴ്നാട്ടിൽ വിജയിന്റെ TVKയ്ക്കൊപ്പം കോൺഗ്രസ് ചേരുകയും വിജയ് സർക്കാരിൽ പങ്കാളികളാവുകയും ചെയ്തതോടെ കോൺഗ്രസ് DMK ബന്ധം തകർന്നിരുന്നു. ആശയപരമായ കാരണങ്ങളാൽ DMK BJPക്കൊപ്പം ചേരാൻ സാധ്യതയില്ല എങ്കിലും നിർണായകമായ ബില്ലുകളുടെയും മറ്റും കാര്യത്തിൽ DMKയുമായി ധാരണയുള്ള ഒരു പാലം നിർമ്മിക്കാൻ BJP ശ്രമം സജീവമാക്കി. കേന്ദ്രഭരണ നേതൃത്വത്തിലെ ഉന്നതർ ഇതിനായി DMK നേതൃത്വവുമായി ബന്ധപ്പെടുന്നുണ്ട്. മണ്ഡല പുനർനിർണയം പ്രാബല്യത്തിലായാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയുമെന്ന് DMK ചൂണ്ടിക്കാട്ടിയിരുന്നു. തമിഴ്നാടിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പു നൽകി DMKയുമായി ധാരണയിലെത്താനാണ് ശ്രമം. ബംഗാളിൽ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം തൃണമൂൽ കോൺഗ്രസ് ഉടലെടുത്തിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അവരുടെ എതിർപ്പിനെ ദുർബലമാക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായാൽ 2 ബില്ലും വീണ്ടും അവതരിപ്പിക്കും. US പ്രതിരോധ വകുപ്പിന്റെ പേരിൽ വ്യാജ ആയുധ നിർമ്മാണ കരാറുണ്ടാക്കി 700 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയവർ ഇരകളെ കബളിപ്പിക്കാൻ തയ്യാറാക്കിയ ഇൻഡോ-US പസഫിക് പീസ് ട്രീറ്റി വ്യാജമെന്ന് സ്ഥിരീകരിച്ച് USലെ ഇന്ത്യൻ എംബസിയുടെ വിവരാവകാശ രേഖ.
ഇന്ത്യൻ ഗവൺമെന്റും US ഗവൺമെന്റും ഈ പേരിലുള്ള ഉടമ്പടിയിലോ കരാറിലോ സംരംഭത്തിലോ ഒപ്പുവെച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം എംബസി നൽകിയ മറുപടി. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ദേശീയ ചിഹ്നങ്ങളടക്കം ദുരുപയോഗം നടത്തിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാജ ഉടമ്പടി നിർമ്മിച്ച് US പ്രതിരോധ വകുപ്പിന്റെ പേരിൽ വ്യാജ ആയുധ നിർമ്മാണ കരാർ ഉണ്ടാക്കി 700 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയവർ ഇരകളെ കബളിപ്പിക്കാൻ ഇൻഡോ US പസഫിക് പീസ് ട്രീറ്റി തയ്യാറാക്കിയത്. US പ്രതിരോധ വകുപ്പിന് വേണ്ടിയുള്ള ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി 2050 വരെ ലഭിച്ചതായാണ് നിക്ഷേപകരെ വിശ്വസിപ്പിച്ചത്. കാൺപൂരിൽ രജിസ്റ്റർ ചെയ്ത ന്യൂഡൽഹി വസന്ത് വിഹാറിൽ പ്രവർത്തിക്കുന്ന BPVV ടെക്നോ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കടലാസ് കമ്പനിയുടെ പേരിലാണ് ഇവർ നിക്ഷേപകരുമായി ഉപകരാറിൽ ഏർപ്പെടുന്നത്. കേരളത്തിലെ സംരംഭകരും വ്യവസായികളും 25 ലക്ഷം മുതൽ 5 കോടി രൂപ വരെ തട്ടിപ്പ് കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ വ്യവസായി വിജയ് കാസ 40 കോടി രൂപ നിക്ഷേപിച്ചതായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. വസന്ത് വിഹാറിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ ഒരു നില മുഴുവൻ വാടകയ്ക്കെടുത്താണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. US-ന്റെ അടക്കം വിവിധ രാജ്യങ്ങളുടെ ദേശീയ പതാകകളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. US മിലിറ്ററി യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥരാണ് നിക്ഷേപകരുമായി ബിസിനസ് ചർച്ച ചെയ്യുന്നത്. കമ്പനി അതിസുരക്ഷാ നയതന്ത്ര മേഖലയായി പ്രഖ്യാപിച്ച ഈ ഓഫീസിലേക്ക് നിക്ഷേപകരെ പ്രവേശിപ്പിക്കുന്നത് വിശദമായ പരിശോധനകൾക്ക് ശേഷമാണ്. മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളൊന്നും അടക്കത്തേക്ക് പ്രവേശിപ്പിക്കില്ല. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിക്കു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പാർട്ടിയെ പിളർപ്പിലേക്ക് നയിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിക്ക് പിന്നാലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം പാർട്ടിയെ പിളർപ്പിലേക്ക് നയിക്കുന്നതായ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന സൂചന ശക്തം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിമത നേതാവ് ഋതപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കാൻ തൃണമൂലിലെ ഒരു വിഭാഗം MLA-മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജിയുടെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് സ്ഥാനാർത്ഥിയായ ശോഭൻ ദേവ് ചാതോപാധ്യായക്കെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് മറുവിഭാഗം ആരംഭിച്ചതോടെയാണ് പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾക്ക് തുടക്കമായത്. ഋതപ്രതാപ് ബാനർജി 2017 CPM-ൽ നിന്ന് പുറത്താക്കിയതോടെയാണ് തൃണമൂലിലെത്തിയത്. അതിനിടെ ശോഭൻ ദേവ് ചാതോപാധ്യായെ പ്രതിപക്ഷ നേതാവായി നിർദ്ദേശിച്ചുകൊണ്ടുള്ള കത്തിൽ തൃണമൂൽ MLA-മാരുടെ ഒപ്പുകൾ വ്യാജമായി ഇട്ടതാണെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ആരോപിച്ചു. അഭിഷേക് ബാനർജിയാണ് ലിസ്റ്റിൽ ഒപ്പുകൾ വ്യാജമായി ഇട്ടതെന്ന് ഋതപ്രതാപ് ബാനർജിക്കൊപ്പം പുറത്താക്കപ്പെട്ട MLA സന്ദീപൻ സാഹയും ആരോപിച്ചു. ഇതോടെ വ്യാജരേഖ ചമച്ചെന്ന കേസിൽ അഭിഷേകിനെതിരെ പശ്ചിമ ബംഗാൾ CID അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പൊതുവേദിയിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിക്കുള്ളിൽ കലഹം രൂക്ഷമായതായും സൂചനയുണ്ട്. തിങ്കളാഴ്ച മമതാ ബാനർജിയുടെ വസതിയിൽ വിളിച്ചു ചേർത്ത 80 MLA-മാരുടെ യോഗത്തിൽ പങ്കെടുത്തത് 20 MLA-മാർ മാത്രമായിരുന്നു. 60ഓളം MLA-മാർ എത്താതിരുന്നതിനാൽ യോഗം റദ്ദാക്കിയിരുന്നു. എന്നാൽ തൃണമൂൽ നേതാക്കൾക്കു നേരെയുണ്ടായ അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രാദേശിക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനാലാണ് MLA-മാർക്ക് യോഗത്തിനെത്താൻ കഴിയാത്തതെന്നായിരുന്നു പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം. 16-ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. 99 വോട്ടുകളാണ് ഷാനിമോൾ ഉസ്മാന് ലഭിച്ചത്. 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ കേരള നിയമസഭയിൽ ഉണ്ടാകുന്നത്. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാനും CPI-യിലെ മുഹമ്മദ് മോഹ്സിനും തമ്മിലായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടന്നത്. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. 39 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തുന്നത്. 99 വോട്ടുകളാണ് ഷാനിമോൾ ഉസ്മാന് ലഭിച്ചത്. 34 വോട്ടുകളാണ് മുഹമ്മദ് മുഹസിന് ലഭിച്ചത്. 35 അംഗ LDF അംഗങ്ങളിൽ ഒരാൾ സഭയിൽ എത്തിയിരുന്നില്ല. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല. UDF MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ എന്നിവരും ഇടത് MLA CK ഹരീന്ദ്രനും സഭയിൽ ഹാജരായില്ല. NDA-യുടെ 3 MLA-മാരും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. KSU-യുടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് KPCC-യിലും IACC-യിലും അംഗമായി. മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ, ആലപ്പുഴ നഗരസഭാ മുൻ അധ്യക്ഷ എന്ന നിലയിലും പ്രവർത്തിച്ചു. 2019 അരൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് നിയമസഭയിൽ എത്തുന്നത്. 2026 അരൂരിൽ നിന്ന് വീണ്ടും സഭയിൽ എത്തുകയായിരുന്നു. 2019 MM ആരിഫ് ലോകസഭയിൽ എത്തിയതിനെ തുടർന്നായിരുന്നു അരൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ UDF മണ്ഡലം UDF പിടിച്ചെടുത്തുവെങ്കിലും പിന്നീട് 2021 ദലീമയിലൂടെ LDF മണ്ഡലം തിരിച്ചുപിടിക്കുകയായിരുന്നു. തുടർന്ന് 2026 ഷാനിമോൾ ഉസ്മാനിലൂടെ വീണ്ടും മണ്ഡലത്തിൽ UDF വിജയക്കൊടി പാറിച്ചു. 9324 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അരൂരിൽ നിന്ന് ഷാനിമോൾ ഉസ്മാൻ ഇത്തവണ ജയിച്ചത്. 1966 ആലപ്പുഴ തകഴിയിലാണ് ഷാനിമോൾ ഉസ്മാന്റെ ജനനം. MA LLB ആണ് വിദ്യാഭ്യാസ യോഗ്യത. അഭിഭാഷകയായും പ്രവർത്തിച്ചു. 16-ാം കേരള നിയമസഭയിൽ പ്രതിപക്ഷം സമർപ്പിച്ച ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് മുഖ്യമന്ത്രി VD സതീശന്റെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ തള്ളി. സഭ നിർത്തിവെച്ച് വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളുകയായിരുന്നു. സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഭാഗികമായി ശരിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞിട്ട് തീരുമാനം കൈക്കൊള്ളുമെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു.
16ാം കേരള നിയമസഭയിൽ പ്രതിപക്ഷം സമർപ്പിച്ച സഭ നിർത്തിവെച്ച് വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്ന ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ തള്ളി. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷമാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന് കാരണം. വിപണി ഇടപെടൽ നടത്തുന്നതിൽ കഴിഞ്ഞ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു. 3000 കോടി രൂപ സിവിൽ സപ്ലൈകോയ്ക്ക് കൊടുക്കാൻ കടം ബാക്കി വെച്ചാണ് ഇടത് സർക്കാർ പോയത്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ശക്തമായ ഇടപെടൽ നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ധനസ്ഥിതി സംബന്ധിച്ച ആരോപണങ്ങൾക്ക് ധവളപത്രത്തിലൂടെ മറുപടി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് സഭയിൽ നൽകിയത്. വില കുറഞ്ഞിട്ട് തീരുമാനം പ്രായോഗികമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ കാലത്ത് ഇന്ധനവില ഉയർന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ പറഞ്ഞ കാര്യത്തിലെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കണമെന്ന് ബാലഗോപാൽ സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പെട്രോളിന്റെ വില വർദ്ധിച്ച ഘട്ടത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിരുന്ന വി ഡി സതീശൻ ശബ്ദമുയർത്തിയതും നാട്ടിൽ സമരം നടത്തിയതും സംസ്ഥാനം ടാക്സ് കുറച്ചു കൊടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അത് പറഞ്ഞ ഒരാളെന്ന നിലയിൽ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് കുറച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ്. അത് സംബന്ധിച്ചുള്ള നിലപാട് മുഖ്യമന്ത്രി പറയണം. കണക്ക് കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് ബാലഗോപാൽ പറഞ്ഞത്. കട്ടേല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത കുരുന്നുകളോട് വി മുരളീധരൻ MLA കാണിച്ചത് അങ്ങേയറ്റം തരം താണതും വിവേചനപരവുമായ നടപടിയാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹവും ലജ്ജാവഹവുമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കട്ടേല മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത കുരുന്നുകളോട് വി മുരളീധരൻ MLAയുടെ മിഠായി വിതരണം ചെയ്തപ്പോൾ കാണിച്ച വിവേചന നടപടിക്കെതിരെ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത്. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ച് അവിടുത്തെ വിദ്യാർത്ഥികളെ ഇത്രത്തോളം അവഹേളിക്കാൻ ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെ സാധിക്കുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്നു. പ്രവേശനോത്സവത്തിൽ കുട്ടികൾക്ക് മിഠായി നൽകുന്നതിന് പകരം അവരെ അപമാനിക്കുന്ന രീതിയിൽ മേശപ്പുറത്തേക്ക് മിഠായി തട്ടിയിട്ട് അത് എടുത്തു കഴിക്കാൻ ആവശ്യപ്പെട്ടത് മനുഷ്യത്വമില്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണ്. കുട്ടികളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്നതും അവരുടെ മനസ്സിൽ വലിയ ആഘാതം ഉണ്ടാക്കുന്നതുമായ ഇത്തരം പ്രവൃത്തികൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്നും ശിവൻകുട്ടി പറഞ്ഞു. 2026 ഫിഫ ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിന്റെ 26 അംഗ അന്തിമ സ്ക്വാഡ് കോച്ച് ഹൂലൻ ലോപെറ്റഗി പ്രഖ്യാപിച്ചു. കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ മലയാളി താരം തഹസിൻ മുഹമ്മദ് ജംഷീദും ടീമിൽ ഇടം പിടിച്ചു. ഒരു മലയാളി ഇതാദ്യമായാണ് ഫിഫ ലോകകപ്പിനുള്ള ഒരു ദേശീയ ടീമിൽ ഇടം പിടിക്കുന്നത്. ഇന്ത്യയുടെ ലോകകപ്പ് യോഗ്യത ഇപ്പോഴും വിദൂര സ്വപ്നമായി തുടരുമ്പോൾ തഹസിൻ അന്തിമ 11-ൽ കൂടി ഉൾപ്പെട്ടാൽ ലോകകപ്പ് ചരിത്രത്തിൽ അതൊരു സുവർണ അധ്യായമാകും. 2026 ഫിഫ ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിന്റെ 26 അംഗ അന്തിമ സ്ക്വാഡ് കോച്ച് ഹൂലൻ ലോപെറ്റഗി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ മലയാളി താരം തഹസിൻ മുഹമ്മദ് ജംഷീദും ഇടം പിടിച്ചു. ഒരു മലയാളി ഇതാദ്യമായാണ് ഫിഫ ലോകകപ്പിനുള്ള ഒരു ദേശീയ ടീമിൽ ഇടം പിടിക്കുന്നത്. സൂപ്പർ താരം അക്രം അഫീഫാണ് ഖത്തർ മുന്നേറ്റ നിരയെ നയിക്കുക. 126 മത്സരങ്ങളിൽ നിന്ന് 60 ഗോളുകൾ നേടി ഖത്തറിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായ അൽമോയസ് അലിയും സംഘത്തിലുണ്ട്. പരിചയസമ്പന്നനായ ഹസൻ അൽ ഹൈദോസ്, ബൈലം ഖുക്കി തുടങ്ങിയ പ്രമുഖരും ടീമിന്റെ കരുത്താണ്. മുൻ സ്പെയിൻ, റയൽ മാഡ്രിഡ്, വോൾസ്, വെസ്റ്റ് ഹാം യുണൈറ്റഡ് പരിശീലകനായിരുന്ന ഹൂലൻ ലോപെറ്റഗി 2025 മെയ്യിലാണ് ഖത്തർ ടീമിന്റെ ചുമതലയേറ്റത്. ലോപെറ്റഗിയുടെ കീഴിൽ ഏഷ്യൻ ക്വാളിഫയേഴ്സിലെ ഗ്രൂപ്പ് എയിൽ ഒന്നാമതെത്തിയാണ് ഖത്തർ ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കിയത്. ലോകകപ്പിൽ സ്വിറ്റ്സർലൻഡ്, സഹാധ്യരായ കാനഡ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഖത്തർ മത്സരിക്കുന്നത്. സാന്താക്ലാരയിൽ സ്വിറ്റ്സർലൻഡിനെതിരെയാണ് ഖത്തറിന്റെ ആദ്യ മത്സരം. തുടർന്ന് വാൻകൂവറിൽ കാനഡയുമായും സിയാറ്റിൽ ബോസ്നിയ ഹെർസഗോവിനയുമായും ഖത്തർ ഏറ്റുമുട്ടും. 2022 ലോകകപ്പിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായ ഖത്തർ പിന്നീട് ഏഷ്യൻ കപ്പ് നിലനിർത്തിക്കൊണ്ട് മികച്ച തിരിച്ചുവരവ് നടത്തിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ 5 വയസ്സുള്ള കുട്ടികൾക്ക് വരെ രാജ്യം വിടാൻ നോട്ടീസ് നൽകി ഹോം ഓഫീസ്. മാതാപിതാക്കൾക്ക് നിയമപരമായി UK-യിൽ തുടരാനുള്ള അനുമതി ഉണ്ടെങ്കിൽ കൂടി കുട്ടികൾ നാട് വിടണമെന്ന ഉറച്ച നിലപാടിൽ UK സർക്കാർ. ബ്രിട്ടനിൽ ഭർത്താവിനോടൊപ്പം താമസിക്കുന്ന ഗർഭിണിയായ ഒരു സ്ത്രീയോടും ഭർത്താവിന് UK-യിൽ തുടരാമെങ്കിലും അവരോട് രാജ്യം വിട്ടു പോകാൻ കത്തിലൂടെ ആവശ്യപ്പെട്ട് ഹോം ഓഫീസ്. കെയർ വർക്കർ വിസയിലെത്തിയവർക്ക് കൂടെ പങ്കാളികളെയും കുട്ടികളെയും ആശ്രിത വിസയിൽ കൊണ്ടുവരാനുള്ള അനുമതി ഉണ്ടായിരുന്നത് 2024 മാർച്ച് വരെ. നാടുവിടാനുള്ള നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് കെയർ വർക്കർ വിസയിലെത്തിയവരുടെ കൂടെ ആശ്രിത വിസയിലെത്തിയ കുട്ടികൾക്ക്. ഹോം ഓഫീസിന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ ഞെട്ടി മലയാളികൾ. ബ്രിട്ടനിലെ ഉഷ്ണതരംഗത്തിന് വിരാമം. ഈ ആഴ്ച മഴയെത്തും. കാലാവസ്ഥാ മാറ്റം ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യത എന്ന് NHS മുന്നറിയിപ്പ്. ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഇടിവെട്ടും കൊടുങ്കാറ്റുമുള്ള സമയങ്ങളിൽ കൂടുതൽ തീവ്രമാകുമെന്ന് ആരോഗ്യവകുപ്പിന്റെ സൂചന. ശക്തമായ കാറ്റുമിടിയോടുകൂടിയ മഴയും എത്തുന്നതോടെ ബ്രിട്ടന്റെ 4 മേഖലകളിലെങ്കിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടും. ഉഷ്ണതരംഗത്തിനു ശേഷം കാലാവസ്ഥയിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രവചിച്ച് മെറ്റ് ഓഫീസ്. മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും നിർദ്ദേശം.
കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം രോഗലക്ഷണങ്ങളെ തീവ്രമാക്കുകയാണെങ്കിൽ ഉടനടി നിങ്ങളുടെ GP-യുമായോ 111 എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്നും സർക്കാർ നിർദ്ദേശം. ബ്രിട്ടനിൽ 2026 ഒക്ടോബറിൽ ശരാശരി വാർഷിക ഊർജ്ജ ബിൽ 1709 പൗണ്ട് ആകുമെന്ന് ഓഫ്ജം. കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ ശരാശരി വാർഷിക ഊർജ്ജ ബില്ലിനേക്കാൾ ഈ വർഷം വാർഷിക ഊർജ്ജ ബിൽ 190 പൗണ്ട് കുറവ് വരുമെന്ന് സൂചന. ബില്ലിൽ കുറവുണ്ടാകുന്നത് ഊർജ്ജ വിലയിൽ കുറവുണ്ടാകുന്നത് കൊണ്ടല്ല, മറിച്ച് ഓഫ്ജം ഗാർഹിക ബില്ല് കണക്കാക്കുന്ന രീതിയിൽ വരുത്തുന്ന മാറ്റത്തിന്റെ ഫലമാണ് എന്ന് വിലയിരുത്തൽ. ഊർജ്ജ പ്രതിസന്ധിയും കുതിച്ചുയരുന്ന ഊർജ്ജ നിരക്കും കാരണം ജനങ്ങൾ ഹീറ്റിംഗും ഊർജ്ജ ഉപയോഗവും കുറയ്ക്കുന്നതും ബിൽ തുക കുറയാൻ കാരണമായി എന്ന് സൂചന. മധ്യസ്ഥർ മുഖേന US-ഉമായി നടത്തിവന്ന എല്ലാ സമാധാന ചർച്ചകളും ഇറാൻ നിർത്തിവെച്ചു. ഗാസയിലെയും ലബനനിലെയും സൈനിക നടപടി ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നും ലബനനിൽ നിന്ന് സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം നടത്തണമെന്നും ഇറാന്റെ ആവശ്യം. പരമ്പരാഗത വൻകിട പ്രതിരോധ കമ്പനികളെ ഒഴിവാക്കി ചെലവ് കുറഞ്ഞ യുദ്ധ ഡ്രോണുകളുടെ വൻ ശേഖരം നിർമ്മിക്കാൻ US സൈന്യം. ഏരിയൽ ലൈറ്റ് ഷോകളിലടക്കം പാരമ്പര്യമുള്ള ചെറുകിട കമ്പനികളെ ഇതിനായി ആശ്രയിക്കാനാണ് US നീക്കം. മണ്ഡല പുനർനിർണയ ബില്ലും ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് പദ്ധതിയും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം. ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള ബിൽ 2029 പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് കൂടുതൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കി പുതിയ ബിൽ അവതരിപ്പിക്കാൻ. തമിഴ്നാട്ടിലെ DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി കേന്ദ്ര സർക്കാർ ചർച്ച ആരംഭിച്ചു. US പ്രതിരോധ വകുപ്പിന്റെ പേരിൽ വ്യാജ ആയുധ നിർമ്മാണ കരാർ ഉണ്ടാക്കി വമ്പൻ തട്ടിപ്പ്. 700 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയവർ ഇരകളെ കബളിപ്പിക്കാൻ തയ്യാറാക്കിയ ഇൻഡോ-US പസഫിക് പീസ് ട്രീറ്റി വ്യാജമെന്ന് സ്ഥിരീകരിച്ച് US-ലെ ഇന്ത്യൻ എംബസി. US പ്രതിരോധ വകുപ്പിന് വേണ്ടിയുള്ള ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി 2050 വരെ ലഭിച്ചതായി തട്ടിപ്പുകാർ നിക്ഷേപകരെ വിശ്വസിപ്പിച്ചു. നിക്ഷേപകരുമായി ഉപകരാറിൽ ഏർപ്പെടുന്നത് ന്യൂഡൽഹി വസന്ത് വിഹാറിൽ പ്രവർത്തിക്കുന്ന VPVV ടെക്നോ കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കടലാസ് കമ്പനിയുടെ പേരിൽ. കേരളത്തിലെ സംരംഭകരും വ്യവസായികളും 25 ലക്ഷം മുതൽ 5 കോടി രൂപ വരെ തട്ടിപ്പ് കമ്പനിയിൽ നിക്ഷേപിച്ചു എന്ന് സൂചന. 16ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ കേരള നിയമസഭയിൽ ഉണ്ടാകുന്നത് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം. ഷാനിമോൾ ഉസ്മാൻ കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടന്നത് ഷാനിമോൾ ഉസ്മാനും CPI-ലെ മുഹമ്മദ് മൗസിനും തമ്മിൽ. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. സഭയിൽ ഹാജരാകാതിരുന്നത് UDF MLA-മാരായ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദീപ് വാര്യരും ഇടത് MLA CK ഹരീന്ദ്രനും. കേരള നിയമസഭയിൽ പ്രതിപക്ഷം സമർപ്പിച്ച വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്ന ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് മുഖ്യമന്ത്രി VD സതീശന്റെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ തള്ളി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.